അപ്പോൾ ഞാൻ നമ്മുടെ മോജോ ടീമിനെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ മോജോ ടീം. അപ്പോൾ നമ്മുടെ റൈഡിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ റിപ്പബ്ലിക് ഡേ റൈഡ് നമ്മളിപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടത്. വേറൊരു സാധനം കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. റൈഡെന്ന് പറഞ്ഞാൽ അപ്പം എവിടെ നിന്നെങ്കിലുമൊക്കെ ചാടി വരും കേട്ടത്. അപ്പം ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ നമ്മൾ ഏകദേശം ഒരു 30 വണ്ടികളുണ്ട്. 38 പേരുണ്ട്. പരുന്തുംപാറക്കാണ് റൈഡ്. മണി 3:15 3:30 ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ആയിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും നേരെ പരുന്തുംപാറയ്ക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ഷോറൂമിലാട്ടോ. ഷോറൂമിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ് ആലുവെന്ന്, നമ്മൾ കഫേന്ന്. അപ്പോൾ എൻ്റെ വണ്ടി ഏതാണെന്നറിയാമോ? ദിസ് ഈസ് ദ ഓൾ ന്യൂ ABS Mojo 300. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിലാണ് നമ്മുടെ യാത്ര. പോവാല്ലേ? അയ്യവാ, ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് റൈഡിന് വേണ്ടി. 425 കിലോമീറ്റേഴ്സാണ് വണ്ടി റൺ ചെയ്തേക്കണേ. ട്രിപ്പ് 0 ആക്കുന്നു, ഞാൻ എടുക്കുന്നു, ഓടിക്കുന്നു. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ മുമ്പിലാണ്. ഇതുണ്ടോ വണ്ടികൾ നേരെ എത്തി ഇങ്ങനെ ഫുൾ ഓഫ് മോജോ. എനിക്ക് തോന്നുന്നു 30-35 ബൈക്സ് ഉണ്ട്. കുറേ വണ്ടി ആയാലും ദൈവമേ. ഇനി നമുക്ക് പോവാം. വണ്ടികളുടെ എണ്ണം അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു രക്ഷയില്ല. നോക്കി എന്തോരം വണ്ടികളാണ്. എല്ലാം ഒരു മൂളക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. കുറേ ഡുവൽ എക്സോസ്റ്റ് ഉള്ള വണ്ടികളുണ്ട്. എല്ലാത്തിൻ്റെയും കുടു ആ ഒരു മൂളക്കമാണ് ഫുള്ള്. ഒക്കെ കഴിഞ്ഞു. മാറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ സ്പ്ലിറ്റായി. കാര്യം 38 വണ്ടിയോളം ഉണ്ട്. 38 വണ്ടിയും കൂടെ ഒന്നിച്ച് പോക്ക് നടക്കില്ല ഒരിക്കലും. അപ്പോൾ കുറേ സ്പ്ലിറ്റായിട്ടാണ് പോണേ. അപ്പോൾ ഇതിപ്പോൾ കോട്ടയത്തേക്കുള്ള റൂട്ടാണ് മൂവാറ്റുപുഴയിൽ നിന്ന്. അടിപൊളി റൂട്ടെന്ന് വെച്ചാൽ ഫുൾ കേർവ്സ്, ടേൺസ്, വണ്ടിയൊക്കെ ഓടിക്കാൻ വെറുതെ പൊള്ളി റൂട്ടാട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ അത് നമ്മുടെ ഗോസ്റ്റ് 46 ഓർക്കണല്ലേ, നമ്മുടെ മോഡിഫൈഡ് മോജോ. അത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ എഡ്വിനും ഡെറിക്കും. ഞാനാണെങ്കിൽ നമ്മുടെ ഷോറൂമിലെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. എന്തായാലും ഈ വണ്ടി ഓടിക്കുമ്പോൾ തോറും ഇതിലേക്കുള്ള ഇഷ്ടം എന്നിൽ കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കയം എത്താറായി. പള്ളിപ്പെരുന്നാൾ വൈബ്സ്. ഒന്നില്ല കൂട്ടാ. ഇത് രണ്ടാമത്തെ പള്ളിപ്പെരുന്നാളാണ്. ആഹാ, ഭയങ്കര വലുതാട്ടോ. ഇത് ഈ പള്ളിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് എടുത്തു. അവിടെ എനിക്ക് എങ്ങനെ ഇതിവിടെ പറയണ്ട. നമ്മൾ ഈ ഗോപ്രോയിൽ കാണുന്നതും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ ഇത് ആസ്വദിക്കണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ സ്വയം വണ്ടി എടുത്ത് ആ റൈഡ് പോകണം. എന്നാലേ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാനെത്താറായി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 5-6 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടെ എനിക്ക് ഫുൾ ആ മലയും കുറേ ലൈറ്റും മേളിലേക്ക് നോക്കിയാൽ ഫുൾ സ്റ്റാർസ് കാണാൻ പറ്റും. ഇതൊരു വേറെ ഫീലാട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ കുറ്റിക്കാനം എത്തി ഫൈനലി. ഇനിയൊരു 10-12 കിലോമീറ്ററും കൂടെ. പടയെന്ന് പറഞ്ഞ് റൂമിൽ പോവാം. റൂമിൽ പോയിട്ട് അവിടെ ഫുഡൊക്കെ എന്തായാലും ഞങ്ങൾ ലേറ്റായി ശരിക്കും. ഇപ്പോൾ സമയം 7 മണിക്ക് എത്തേണ്ടതാണ്. എത്താറായപ്പോൾ എല്ലാവരും ഒന്നിച്ചായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ തണുപ്പ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും തണുപ്പ് ശരിക്കും അറിയും. തണുപ്പ് ഇവിടെ ശരിക്കും കൂടിയിട്ടുണ്ട് കേട്ടോ. വാഗമൺ ഞാൻ പറഞ്ഞില്ല, വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കൂടുതൽ തണുപ്പ് തോന്നും. പക്ഷെ അല്ലാണ്ട് നിർത്തിയിട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് ഇവിടെ ഉണ്ട്. അയ്യോ, അതാണോ ഗുഡ് മോർണിംഗ് പീപ്പിൾ. അപ്പോൾ നമ്മുടെ ഇന്നലെ രാത്രിയായി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം മണി 8 മണിയായി. അപ്പം ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും എഴുന്നേറ്റ് കുറച്ച് പേര് പരുന്തുംപാറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കാണാൻ ബാക്കിലൊക്കെ വണ്ടികളിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഴിക്കോടുള്ള ടീംസ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ കുറച്ച് പേര് ഞങ്ങൾ ഇവിടെ പരുന്തുംപാറയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ തപ്പിപ്പിടിച്ച് നമുക്ക് നേരെ പരുന്തുംപാറയ്ക്ക് പോകാം. എന്താ വ്യൂ അല്ലേ, വ്യൂ കാണിച്ചു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇതാണ് ഞങ്ങൾ നിന്ന റിസോർട്ട്. ഞങ്ങളുടെ വണ്ടികൾ യെസ് ലെറ്റ്സ് ഗോ. നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ലാത്ത കാറ്റും. ഞാനെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല. അപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. ഓടെ വ്യൂ. അയ്യോ, കാറ്റടിക്കാൻ പറന്നു പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണല്ലോ, വണ്ടി ചരിഞ്ഞവന്നെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പരുന്തുംപാറ സ്പോട്ട്. നല്ല രീതിയിൽ കാറ്റുണ്ട്. അവിടേക്ക് നമുക്കിങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങ് റെയിലിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ നിർത്തിയതാ. ഇനിയിപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്പൺ ആവും. ഫുൾ കടകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി മൊത്തം. അല്ല, അടിപൊളിയായിട്ട് എന്തായാലും. മോർണിംഗ് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. വണ്ടി ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ റിസോർട്ട്. കണ്ട, വ്യൂ പോയിന്റ് റിസോർട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹോട്ടലും വ്യൂ ഒക്കെ. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ചെയിൻ ടൈറ്റും ചെയിൻ ലൂബൊക്കെ ചെയ്ത് ഫുൾ വണ്ടി സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ റെഡിയായി നിൽക്കുക. ശ്യാം എന്തെങ്കിലും പറയൂ. ശ്യാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അവിടെ ലൂബിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക വണ്ടിയുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ശരിക്കും പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയില്ലേ, അത് ആ വഴിയാണ് പരുന്തുംപാറയ്ക്കുള്ള വഴി. ഇന്ന് നല്ല രസമാണ്. സ്കൈ ഒക്കെ നല്ല അടിപൊളി ബ്ലൂ കളറും കുറച്ച് ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ. റൂമൊക്കെ കാണിച്ചു തരാം. നമ്മുടെ റിസോർട്ടിൻ്റെ റൂം ഇത് മൊത്തം ഞങ്ങൾ എടുത്തു. ഈ റിസോർട്ട് ഫുൾ ഇവിടെയും കുറേ റൂംസ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ റൂം, ഇത് ഫുൾ റൂംസ്. ഇത്രയും റൂംസാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പരുന്തുംപാറ വ്യൂ പോയിന്റിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തി. ഇതാട്ടോ ശരിക്കും വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതാണ് വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നടന്ന് നമുക്ക് താഴ്ത്തിക്കാം. അതാണ് വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ. അപ്പോൾ കഴിഞ്ഞു, വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് റിപ്പബ്ലിക് ഡേ റൈഡിന് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു, 12:30 ആവണം. അപ്പോൾ ഫുഡ് കഴിക്കണം, വിശപ്പായി. രാവിലെ ആകെ കഴിച്ച ആ കടയിൽ നിന്ന് ബ്രെഡ് ഓംലേറ്റാണ്.
അത് പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഹൈ റേഞ്ച് പോയാൽ നമുക്ക് ബ്രെഡ് ഓംലേറ്റ്, മാഗി, ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ഫുഡ് കേട്ടോ. കടത്തി മറിച്ച കേട്ടോ, സൈഡ് സ്റ്റാൻഡൊക്കെ വരെയാണ് കേട്ടോ കാണുന്നത്. ദാറ്റ് ഈസ് ശ്രീനേഷ് ബ്രോ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് കുറ്റിക്കാനം വഴിയാണ് പോണത്. കുറ്റിക്കാനത്ത് ഇറങ്ങും. അവിടെയാണ് നമ്മൾ കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു, കുറച്ച് പേര് അവിടെ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിനി റൈഡ് ഈസ് ബാക്ക് ഹോം. എല്ലാവരും ആലുവ പാല വരെ എല്ലാവരും ഒന്നിച്ചുണ്ടാവും. അവിടെ നിന്ന് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റായി പോവും. എന്തായാലും മഹീന്ദ്ര മോജോയുടെ ആ ഒരു ട്രൈബ്, അല്ലെങ്കിൽ മോജോ ട്രൈബ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ്, നല്ലൊരു ബൈക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ഗ്രൂപ്പാണ്. കാര്യം കുറേ പേർക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഗ്രൂപ്പ് റൈഡ് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഗ്രൂപ്പ് റൈഡ് പിന്നെ സ്ഥിരം എപ്പോഴും മോജോയുടെ ആ ടീം എപ്പോഴും റൈഡ് പോകുമ്പോൾ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി റൈഡായിരുന്നു. ആൻഡ് ഈ കുട്ടിക്കാനം വഴി ഞാൻ ബൈക്കിന് കുറേ നാൾ കഴിഞ്ഞിട്ടാട്ടോ ഈ വഴി വന്നെ. നല്ല അടിപൊളി റൂട്ടാട്ടോ ശരിക്കും. മറ്റേ വഴി വേഗമാണ്, അതായത് ന്യൂ ഇയർ പോയ ആ റൂട്ടിനേക്കാളും എന്തുകൊണ്ടും അടിപൊളിയാണ് ഈ റൂട്ട്. വ്യൂ മിററിൽ കാണാൻ നല്ല രസമാണ്. തൊട്ട് ബാക്കിൽ നമ്മുടെ ഗോസ്റ്റ് ഉണ്ട്, ഗോസ്റ്റ്. പിന്നെ അതിൻ്റെ ബാക്കിലെല്ലാ മോജോയും നല്ല ലൈനായിട്ട് തന്നെയാണ്. നല്ല രസമാണ് ഗ്രൂപ്പ് റൈഡിൽ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ടൈം പോണവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഗ്രൂപ്പ് റൈഡ് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞു വന്ന അതിൻ്റെ ആ റൈഡിങ് സ്റ്റൈലും അല്ലെങ്കിൽ റൈഡിങ് അവരുടെ മെത്തേഡ്സും, പല ഗ്രൂപ്പിനും പല രീതിയിലാണ് അവരുടെ റൈഡിങ് സ്റ്റൈല്. അപ്പോൾ ചില ഗ്രൂപ്പിൽ എല്ലാ ടൈപ്പ് റൈഡിങ് സ്റ്റൈലുള്ള ആൾക്കാരുണ്ട് ശരിക്കും. ചിലവർക്ക് സ്പീഡിൽ പോകാൻ പറ്റും, ചിലർ പയ്യെ, ചിലർ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ റോഡൊക്കെ ഓടിക്കുക. അവരൊക്കെ അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും ഒരു ഗ്രൂപ്പ് റൈഡിന് പോകുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാർട്ടാക്കി പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സുഖം നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയം എത്തി. മുണ്ടക്കയം ഞങ്ങൾക്ക് ഇപ്പോൾ എത്തിയുള്ളൂ. എല്ലാവരും ആവശ്യമായിട്ട് സമയം ഏകദേശം 2 മണിയാവുന്നു. 2 മണി ആവാറായി. അപ്പോൾ എല്ലാവരും തളർന്ന്, ഉച്ച വെയിലും നല്ല ക്ലിയർ സ്കൈ ആട്ടോ, ഒന്നും പറയുന്നത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ കാണിച്ചിട്ടോ. ശ്രീനേഷ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എല്ലാവരും തിരിച്ചെത്തി. എവരിബഡി ഈസ് ബാക്ക്. പോവാണോ ചാറ്റ? പിന്നെയും റോഡ് മൊത്തം മൂളൊക്കെ പോയി. പിന്നെ ഞങ്ങളൊരു 10-20 വണ്ടി ഒന്നിച്ചായിട്ട് റോഡ് മൊത്തം മോജോ ആയിട്ട്. ഇപ്പോൾ ആൾക്കാർ ഇത്രയും മോജോ കണ്ടിട്ടുണ്ടാവില്ല. കാര്യം ഭയങ്കര റെയറായിരിക്കും ഇത്രയും മോജോ ഒന്നിച്ച് റോട്ടിൽ കാണാം. മോജോ കാണുന്നത് തന്നെ ഭയങ്കര റെയറാണ്. ബട്ട് ഇപ്പോൾ സ്റ്റിൽ സെയിൽസൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് സെയിൽസ്. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ പാല ഈരാറ്റുപേട്ട റൂട്ടിൽ കയറി കേട്ടോ. നമ്മുടെ സ്ഥിരം വാഗമൺ റൂട്ട് അതിലേക്ക് നമ്മൾ തിരിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ശരിക്കും തൃപ്പൂണിത്തറ എത്താറായി. അപ്പോൾ തൃപ്പൂണിത്തറ വരെ എൻ്റെ കയ്യിൽ ഈ മോജോ ഉള്ളൂ. ഐ ആം ഗോണ മിസ് ദിസ് മോജോ. എന്തായാലും അടിപൊളി റൈഡായിരുന്നു. അപ്പോൾ നമ്മുടെ മോജോയിൽ വർക്ക് ചെയ്യണ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, എൻ്റെ പുറകെ ഇരിപ്പുണ്ട്, എൻ്റെ പില്യനായിട്ട് ഇരിപ്പുണ്ട്. പുള്ളി വണ്ടി തിരിച്ച് ഷോറൂമിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ ഇന്നത്തെ റൈഡ് മോജോയിൽ നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. ഇന്ന് നമ്മൾ ട്രിപ്പ് അപ്പോൾ ഓടി ടോട്ടൽ ഒരു 300 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചിട്ടുണ്ടല്ലേ. 291.9 കിലോമീറ്റേഴ്സ് ഓൺ ദിസ് മോജോ. പൊളിച്ചു. അപ്പോൾ ശരി, കാണാം. ബൈ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തൃപ്പൂണിത്തുറ എത്തി. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ റൈഡ്. ടാറ്റാ. അപ്പോൾ നമ്മുടെ പിള്ളേരും
ഇവിടെ നിന്ന് പോവുകയാണ് അവർ തൃപ്പൂണിത്തുറയിൽ ടു ആലുവ KL41 വണ്ടി. ബൈ. അപ്പോൾ നെക്സ്റ്റ് റൈഡ് ഞങ്ങളും പോകുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ തിരിച്ച് ഞാൻ സ്കൂട്ടർ എടുത്ത് ഇപ്പോൾ അതാ തിരിച്ച് വീട്ടിലേക്ക് പോകണു. എൻ്റെ ദൈവമേ, കൊച്ചിയിൽ ആരോ ബ്ലോക്ക് ഇങ്ങനെ എന്തോ ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു ബ്ലോക്കാക്കാൻ. ഫുൾ ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റൈഡൊക്കെ അടിപൊളിയായിരുന്നു. ഐ ആം ഇൻ ലവ് വിത്ത് മോജോ അഗെയിൻ. പ്രത്യേകിച്ച് ആ ബ്ലൂ കളർ, എനിക്ക് ബ്ലാക്കിനെക്കാളും കൂടുതലും ഇഷ്ടം ബ്ലൂ ആണ്. അപ്പോൾ താങ്ക് യു നമ്മുടെ വെഞ്ചർ മോട്ടോഴ്സ് ആലുവ ആൻഡ് മഹീന്ദ്ര ഫോർ letting me join this ride, the anniversary ride of Mojo Tribe Kerala and the Republic Day ride. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിച്ചു, തകർത്തു, ഒരു രക്ഷ ഉണ്ടായില്ല. പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കാം. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കനുണ്ട്, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം, മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.